പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിജറ വർഷം 1445 അവസാനിച്ച് 1446 വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്തതും നിർവചിക്കാൻ കഴിയാത്തതുമായ സ്ഥാനമാണ് ഹിജറ കലണ്ടറിലെ ആദ്യ മാസമായ മുഹറം മാസത്തിനുള്ളത് എന്ന് നമുക്കറിയാം. ഒട്ടേറെ സവിശേഷതകളും മഹത്വങ്ങളും കൊണ്ട് വളരെ സമ്പുഷ്ടമായ മുഹറം മാസം പവിത്ര മാസങ്ങളായ 4 മാസങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്നുകൂടി നമുക്ക് അറിയാവുന്നതാണ്. ഈ മുഹറം മാസത്തിൻ്റെ പ്രത്യേകതകൾ പ്രവാചക വചനങ്ങളിലും ചരിത്ര താളുകളിലുമൊക്കെ ധാരാളം നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനുമൊക്കെ കഴിയും. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹറുല്ലാ, അള്ളാഹുവിൻ്റെ മാസം എന്നാണ് ഈ മുഹറം മാസത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു മാസത്തെയും അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഈ മാസം മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കാൻ, അതിലെ മുഹറം 9, 10 തീയതികളിൽ പ്രത്യേകമായും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് എന്നൊക്കെ പ്രമാണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമൊക്കെ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തൊരു ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാൻ മാസത്തെ നോമ്പിന് ശേഷം ഏറ്റവും മഹത്വമേറിയ നോമ്പ് അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിച്ച ഈ മുഹറം മാസത്തിലെ നോമ്പാണ് എന്നാണ്. മുഹറം മാസം മുഴുവൻ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്നും ആ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം ശക്തമായ സുന്നത്താണ് എന്നുമൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതായി നമുക്ക് പല ഗ്രന്ഥങ്ങളിലും വായിക്കാൻ കഴിയും. ഈ പവിത്രമായ മുഹറം മാസം ഇസ്ലാമിക കലണ്ടർ പ്രകാരം ആ വർഷത്തിൻ്റെ തുടക്കം, ആരംഭം കുറിക്കുന്നത് മുഹറം മാസത്തിലൂടെയാണ്. ഈ മുഹറം മാസം കടന്നു വരുമ്പോൾ വിശ്വാസികളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ഒന്നാണ് ഹിജറയെക്കുറിച്ചുള്ള ചിന്ത. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുമായി ബന്ധപ്പെട്ടുള്ള ചിന്ത നമുക്ക് മുഹറം മാസത്തിൽ വരാറുണ്ട്. യഥാർത്ഥത്തിൽ റസൂലിൻ്റെ ഹിജറ നടന്നത് മുഹറം മാസത്തിലൊന്നുമല്ല, അത് റബീഉൽ അവ്വലിലാണ്. പക്ഷെ മുഹറം മാസത്തിൽ ഹിജറയെ ഓർക്കാൻ ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ 12 മാസം എന്ന് പറയുന്നത് അത് മുമ്പേ ഉള്ളതാണ്. ഞാൻ ഓതിവച്ച ആയത്തിൽ അതാണ് ബോധ്യപ്പെടുത്തുന്നത്. ഈ ആകാശഭൂമികളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ 12 മാസം അള്ളാഹ് നിശ്ചയിച്ചതാണ്, അത് വേറെ ആരും കൊണ്ടുവന്നതല്ല. അപ്പോൾ ദുനിയാവ്, ഈ ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ തന്നെ 12 മാസം എന്ന കണക്കുണ്ട്. അതേസമയം ഈ മാസങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു വർഷം തുടങ്ങിയത്, ഒരു വർഷം സിസ്റ്റമാറ്റിക്കായിട്ട് തുടങ്ങിയതും ഒരു കലണ്ടർ രൂപപ്പെട്ടതുമൊക്കെ ഇസ്ലാമിലെ 2ാമത്തെ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. അതിന് ചില ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ട്. ഉമർ അല്ലാഹുവിനെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിസ്റിലെ ഭരണാധികാരിയായിരുന്ന, ഗവർണറായിരുന്ന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉമറുൽ ഫാറൂഖിന് ഒരു കത്തെഴുതുന്നുണ്ട്, ഒരു മെസ്സേജ്. ഇസ്ലാമിക രാജ്യം വിശാലമായി, വിസ്തൃതമായി, ഒരുപാട് വികസനങ്ങൾ വന്നു, ഒരുപാട് സാമ്പത്തികമായി ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല രാജാക്കന്മാർക്കും, പല പല ഗവർണർമാർക്കും കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊന്നും കൃത്യമായ ഒരു വർഷമോ തീയതിയോ വെക്കാൻ കഴിയാത്തത് പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഇപ്പം ഞാൻ താങ്കൾക്ക് ഈ കത്തെഴുതുന്നത് തന്നെ ഷഅബാനിലാണ്.
പക്ഷെ ഏത് വർഷം ഷഅബാൻ എന്നതിൽ വെക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് 12 മാസങ്ങളുള്ള സ്ഥിതിക്ക് ഒരു വർഷം, ഒരു കലണ്ടർ നമുക്കുണ്ടാകണം. ആ അടിസ്ഥാനത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആളുകളെല്ലാം വിളിച്ചുകൂട്ടുകയും ഒരു പുതിയ കാലഗണന, ഒരു കലണ്ടർ, ഒരു വർഷം ഇസ്ലാമികമായ രീതിയിൽ തുടങ്ങേണ്ടതുണ്ട് എന്ന് ചർച്ച വരികയും ആ കലണ്ടറിന് എന്ത് പേര് നൽകണമെന്ന ചർച്ച അവിടെ നടക്കുകയാണ്. അപ്പോൾ പല ആളുകളും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഇസ്ലാമികമായൊരു ഹിജറ കലണ്ടറിൻ്റെ രൂപം എങ്ങനെയെന്നാണ് പറഞ്ഞു വരുന്നത്, അതിൻ്റെ രൂപീകരണം, അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്നാണ്, അതിൻ്റെ ജന്മം. പല ആളുകളും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. കൂട്ടത്തിലൊരാൾ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ചിട്ടുള്ളത് എന്തിനാണോ അത് നമുക്ക് പുതിയ കലണ്ടറിൻ്റെ പേരായിട്ട് സ്വീകരിക്കാം. ഇപ്പം ചില ആളുകളൊക്കെ പറഞ്ഞു ഉഹദാണ്. ഉഹദ് യുദ്ധത്തിൽ റസൂലിൻ്റെ എളാപ്പ മരണപ്പെട്ടിട്ടുണ്ട്, റസൂലിൻ്റെ പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പല ചർച്ചകളും നടന്നു. ഞാൻ ചരിത്രം വിശദീകരിക്കുന്നില്ല. ഏറ്റവും അവസാനം അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു അഭിപ്രായമുണ്ട്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ചത് ഉഹദിലോ ഹന്തക്കിലോ ഒന്നുമല്ല, ഹിജറയിലാണ്, ഹിജറ വേളയിലാണ്, ഹിജറയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ ആ അഭിപ്രായം എല്ലാവരും അംഗീകരിക്കുകയും ഇസ്ലാമിക സമൂഹത്തിന് ഇസ്ലാമികമായ ആരാധനകളെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഇസ്ലാമിക കലണ്ടറിൻ്റെ പേര് എന്തായിരിക്കണമെന്നിടത്ത് ഹിജറ എന്ന നാമം എല്ലാവരും അംഗീകരിക്കുകയും പാസ്സാക്കുകയും ചെയ്യാൻ. അങ്ങനെയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ കാലം മുതൽ ഈ ഇസ്ലാമിക കലണ്ടർ രൂപീകരിക്കുകയും ഹിജറ എന്ന പേരതിന് കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഹിജറ കലണ്ടർ എന്ന് ഒരു സംവിധാനം നമ്മിലേക്ക് കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു പശ്ചാത്തലം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഹിജറ കലണ്ടർ അതിനതിൻ്റെ ആദ്യ മാസമായി മുഹറം മാസത്തെ നിശ്ചയിക്കുകയും തീരുമാനിക്കുകയും ചെയ്തു. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ കലണ്ടർ പ്രകാരം നമ്മളൊരു പുതിയ വർഷത്തിലാണ്, ഒരു പുതിയ മാസത്തിലുമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും നാളെ പടച്ച തമ്പുരാൻ വിചാരണ ചെയ്യും എന്നറിയാത്തവരല്ല നമ്മൾ. പടച്ച റബ്ബിൻ്റെ മുമ്പിൽ വിചാരണയുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പുതുവർഷത്തെ സ്വാഗതം ചെയ്യുമ്പോൾ, ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഇന്നലകളെക്കുറിച്ചൊരു വിചിന്തനം, ഒരു ചിന്ത, ഒരു വിചാരണ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് അനിവാര്യമായും ഉണ്ടാകേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം, കഴിഞ്ഞ മുഹറം മുതൽ ഈ മുഹറം വരെ നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മുടെ പരസ്പര ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു, നമ്മുടെ സാമ്പത്തിക രംഗവും നമ്മുടെ ഇടപാടുകളും എങ്ങനെയായിരുന്നു, നമ്മുടെ വ്യക്തിജീവിതം അതെങ്ങനെയായിരുന്നു, ഇബാദത്തുകളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരുന്നു എന്നിങ്ങനെ തുടങ്ങി കൃത്യമായ ഒരു ചിന്തയും ആലോചനയും തിരിഞ്ഞുനോട്ടവും ഈ മുഹറം മാസത്തിലേക്ക് പ്രവേശിച്ച ഈ സാഹചര്യത്തിൽ നടത്താനും ചിന്തിക്കാനും വിചാരണ നടത്താനും വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ലോകനാഥനോട് കൈകൾ ഉയർത്തി പൊറുക്കലിനെ തേടി സ്വയം ശുദ്ധീകരിക്കാൻ തയ്യാറായി പുതിയ ഒരു ജന്മം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാകണം വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവേണ്ടത്. കഴിഞ്ഞ കാലത്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ, മാസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നന്മയോ തിന്മയോ അധികരിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇനിയുള്ള ദിനങ്ങളിൽ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചപ്പോൾ ഈ മുഹറം മുതൽ ഇനിയുള്ള ദിനങ്ങളിൽ നന്മ പൂക്കുന്ന മരങ്ങളായിട്ട് മാറും എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം, സാധിക്കണം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ വന്നുപോയ അവിവേകങ്ങൾക്ക് നാഥനോട് മാപ്പിറന്നുകൊണ്ട് നമ്മുടെ ഭാവി ജീവിതത്തെ സുന്ദരമാക്കാൻ
ഇസ്ലാമിക ജീവിതത്താൽ ചൈതന്യമാക്കി ധന്യമാക്കി തിരുത്തേണ്ടത് തിരുത്തി നമുക്ക് പുതിയ മനുഷ്യരായി മുന്നേറാം. നാഥൻ നമ്മെ അതിന് തുണയ്ക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഈ പവിത്ര മാസത്തിൽ, ഈ മുഹറം മാസത്തിൽ തന്നെ നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുഹറം 9-ലെയും 10-ലെയും നോമ്പ് എന്ന് പറയുന്നത്. എന്താണ് ഈ രണ്ട് നോമ്പിൻ്റെയും പശ്ചാത്തലം നമ്മൾ അറിയേണ്ടതുണ്ട്. അറിയാത്തവരല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. മുഹറം മാസത്തിലെ ആഷൂറ എന്ന് പറയുന്ന മുഹറം 10-നെടുക്കുന്ന കണക്കുകൾ പ്രകാരം വരുന്ന ബുധനാഴ്ച, ആ ദിവസം നമ്മൾ എടുക്കേണ്ടുന്ന നോമ്പ് എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്താണ്, അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള മെസ്സേജ് എന്താണ്? നമുക്കറിയാം, അധികാരത്തിൻ്റെ മുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനതയെ മുഴുവൻ ചവിട്ടിയരച്ച് കൊന്നൊടുക്കിയവനെ എങ്ങനെയാണ് റബ്ബ് കൈകാര്യം ചെയ്തത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ചിത്രം കൂടി ആ മുഹറം 10-ലെ നോമ്പിൻ്റെ പശ്ചാത്തലമായിട്ടുണ്ട്. ഞാൻ ചരിത്രം വിശദീകരിക്കുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് വളരെ ദുസ്സഹമായ ഒരു ഭരണ കാലഘട്ടത്തിലായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ബനൂ ഇസ്രായേലിൽ ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊന്നൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനനം മുതലുള്ള മുഴുവൻ സംഭവങ്ങളും ആ ഫറോവൻ എന്ന് പറയുന്ന തനി ധിക്കാരിയുടെ അന്ത്യം വരെ, അന്ത്യത്തിന് ശേഷമുള്ള ചരിത്രം വരെ വിശുദ്ധ ഖുർആൻ നമുക്ക് വളരെ കൃത്യമായി വിവരിച്ചു തരുന്നുണ്ട്. അപ്പോൾ ക്രൂരനായിരുന്ന ഫറോവയുടെ കീഴിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും തൻ്റെ അനുയായികളെയും കടൽ കടത്തി രക്ഷിച്ചതിന് നന്ദി സൂചകമായിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹറം 10-ന് നോമ്പെടുത്തത് എന്നാണ് പറയാൻ കഴിയുന്നത്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പോൾ അന്ന് നോമ്പെടുത്തിരുന്ന ജൂതന്മാരായ ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം പറഞ്ഞതായിട്ട് കാണാം. ഫസോമഹു മൂസ ശുക്റൻ ലില്ലാഹി തആല ഫനഹ്നു നസുമുഹു. അല്ലാഹുവിനുള്ള നന്ദി എന്നോണം മൂസാ പ്രവാചകൻ ആ നോമ്പ് ആ ദിവസം എടുത്തു, അതുകൊണ്ട് ഞങ്ങളും അത് നോൽക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, അതിക്രൂരനായിരുന്ന ഫറോവയുടെ കീഴിൽ നിന്ന് മൂസാ പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കടൽ കടത്തി രക്ഷപ്പെടുത്തിയപ്പോൾ ആ ഒരു ദിവസം അതിനുള്ള നന്ദി സൂചകമായി മൂസാ പ്രവാചകനെടുത്ത നോമ്പാണ് വരാനിരിക്കുന്ന മുഹറം 10-ലെ നോമ്പ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷ അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് റബ്ബിന് നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് പ്രവാചകന്മാർ നിർവഹിച്ച ചര്യയാണെന്നാണ്. പ്രവാചകന്മാരുടെ ചര്യയാണത്. എന്ത്? ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുമ്പോൾ, ഗുണങ്ങളുണ്ടാകുമ്പോൾ, അനുഗ്രഹങ്ങളുണ്ടാകുമ്പോൾ അതിന് നന്ദി സൂചകമായിട്ട് റബ്ബിന് വേണ്ടി നോമ്പെടുക്കുക എന്നുള്ളത്, 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളത്, ഒന്ന് സുജൂദിൽ വീഴുക എന്നുള്ളത്, അൽഹംദുലില്ലാ എന്ന് പറയുന്നത് അതിന് ചെറിയൊരു രൂപമാണ്. ഇത് പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ്. ഇപ്പൊ മുഹറം 10-ന് നോമ്പെടുക്കുന്നവർ മനസ്സിലാക്കേണ്ടത് പാരമ്പര്യമായിട്ട് അങ്ങനെ എടുക്കുക എന്നുള്ളതല്ല. അതിലൊരു മെസ്സേജ് ഉണ്ട്. എന്താണ്? പടച്ച റബ്ബ് നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് റബ്ബിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയുക എന്നതാണ്. നിങ്ങളുടെ കച്ചവടത്തിലൊരു ലാഭം കിട്ടുമ്പോൾ, നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വിജയം നേടുമ്പോൾ, ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നൊരു ദുരിതഘട്ടത്തിൽ നിന്ന് റബ്ബൊന്ന് മാറ്റിത്തരുമ്പോൾ, വന്ന അസുഖമൊന്ന് മാറിപ്പോകുമ്പോൾ, അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഹൈറും ബർക്കത്തും ഉണ്ടാകുമ്പോൾ, റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ വരുമ്പോൾ, സന്തോഷ അവസരങ്ങൾ വരുമ്പോൾ അതിന് നന്ദി കാണിക്കാൻ വേണ്ടി നോമ്പെടുക്കുക.
ഇത് പ്രവാചകന്മാരുടെ ചര്യയാണ് നമ്മൾ മനസ്സിലാക്കണം. ഹദീസുകളിൽ കാണാൻ കഴിയും, വരാനിരിക്കുന്ന മുഹറം 10 നോമ്പുണ്ടല്ലോ, അതിൻ്റെ ഗൗരവം അത് ബോധ്യപ്പെടുത്തുന്ന ധാരാളം വചനങ്ങളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ആശൂറ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യം കാണിക്കുന്നത് പോലെ മറ്റൊരു ദിവസത്തെയും റസൂൽ പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ്. അതോ മുഹറം 10 നോമ്പെടുക്കാൻ വേണ്ടി പ്രതീക്ഷിച്ച് താല്പര്യത്തോടുകൂടി കാത്തിരിക്കുന്ന പോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ദിവസത്തിലും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഈ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഹബീബിൻ്റെ കാലഘട്ടത്തിൽ, റസൂലിൻ്റെ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികളെ കൊണ്ടുപോലും സ്വഹാബിമാർ ആ നോമ്പെടുപ്പിക്കാറുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് സുന്നത്തല്ലേ എന്നാ പറയുക. ഫറളെ നിർവഹിക്കാൻ മനുഷ്യന് നേരല്ല, മനസ്സുമില്ല. അപ്പം നമ്മളൊക്കെ ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ഒരു മൈൻഡ് സെറ്റ് അതാണ്, അത് സുന്നത്തല്ലേ, എടുത്താലും എടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ എന്നാ. അതായിരിക്കരുത് നമ്മുടെ ചിന്ത. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 നോമ്പിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ മറ്റൊരു ദിവസത്തിന് വേണ്ടിയും കാത്തിരുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണ് സ്വഹാബികൾ തങ്ങളുടെ വീട്ടിലെ കുട്ടികളെ കൊണ്ട് പോലും ഈ നോമ്പെടുപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അത് വിശദീകരിക്കുമ്പോൾ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികൾ താമസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് അങ്ങനെ പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയും, നിങ്ങളാരെങ്കിലും നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ നോമ്പ് പൂർത്തിയാക്കട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും നോമ്പെടുക്കും, ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കും, കുട്ടികൾ കരയാതിരിക്കാൻ ഞങ്ങൾ കുട്ടികളുടെ കയ്യിൽ കളിപ്പാട്ടം കൊടുക്കും. ഇങ്ങനെയൊക്കെ ഹദീസിൽ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ മുഹറം 10 നോമ്പ് അത്രയും ഗൗരവത്തിലായിരുന്നു ആ ഹബീബിൻ്റെ ചാരത്ത് ജീവിച്ച സഹാബെ കിറാം പോലും കണ്ടിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹിജറ 2-ാം വർഷമാണ് റമദാനിൽ നോമ്പ് നിർബന്ധമാക്കുന്നത്. ഹിജറ 2-ാമത്തെ വർഷം. അതിനു മുമ്പ് വിശ്വാസികൾക്ക് മുഹറം 10 നോമ്പ് നിർബന്ധമായിരുന്നു എന്നാണ് പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. ഹിജറയുടെ 2-ാം വർഷം റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് ഈ മുഹറം 10 നോമ്പ് നിർബന്ധമാക്കിയിരുന്നു എന്നാണ്. എന്നാൽ റമദാൻ മാസത്തെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇനി നിങ്ങൾക്ക് മുഹറം 10 നോമ്പ് നിർബന്ധമില്ല, അത് വേണ്ടവർക്കെടുക്കാം, അത് മുഅക്കദായ സുന്നത്താക്കി മാറ്റി എന്നാണ് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, മുഹറം 10 നോമ്പ് അത് മുഹറം മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ പ്രധാനമാണ്, നമ്മളത് ഒഴിവാക്കാൻ പാടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, വുളു, കുളി, നമസ്കാരം, റമദാനിലെ നോമ്പ്, അറഫയിലെ നോമ്പ്, ആശൂറയിലെ നോമ്പ്, ഇത് ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ് എന്നാണ്. ആശൂറയിൻ്റെ ദിവസം, മുഹറം 10 ദിവസം നോമ്പെടുക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് ഹദീസിലുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ അതുവഴി അല്ലാഹു സുബ്ഹാനഹു തആല പൊറുത്തു തരുമെന്നാണ്. ഇതൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരിക്കൽ യാത്രയിലാണ്. ഈ യാത്രയിൽ ഇദ്ദേഹം മുഹറം 10 നോമ്പെടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, വിശുദ്ധ റമദാനിൽ യാത്രയിലായിരിക്കെ നിങ്ങൾ നോമ്പ് ഉപേക്ഷിക്കുന്നത്, എന്നാൽ ഈ സുന്നത്ത് നോമ്പ് എന്തിനാണ് യാത്ര ചെയ്യുമ്പോൾ എടുക്കുന്നത്? ഫർദ് നോമ്പ് പോലും യാത്രയിൽ ഒഴിവാക്കാറുണ്ടല്ലോ, പിന്നെന്തിനാണ് ഈ മുഹറം 10 നോമ്പ് നിങ്ങൾ യാത്രക്കാരനായിരിക്കെ നിർവഹിക്കുന്നത്? അത് ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്തൊരു മറുപടി എന്താ അറിയോ? റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടാൽ നോറ്റുവിട്ടാലൊരു ചോയ്സ് വേറെ ഉണ്ട്, അവസരമുണ്ട്. എന്നാൽ ആശൂറ എന്ന് പറയുന്ന നോമ്പ് നഷ്ടപ്പെട്ടാൽ പിന്നെ അത് വേറൊരു ദിവസം നോറ്റുവിട്ടാൻ പറ്റൂല. അങ്ങനെ ഉണ്ടല്ലോ, റമദാനിലെ നോമ്പ് വേറെ ദിവസങ്ങൾ നോറ്റുവിട്ടാൻ പറ്റും, യാത്രക്കാരനെ ഒഴിവാക്കാം, രോഗിക്ക് ഒഴിവാക്കാം. എന്നാൽ മുഹറം 10 നോമ്പ് അന്നേ പറ്റൂ, അതിന് അടുത്ത മാസം നോറ്റുവിട്ടാന്ന് പറഞ്ഞാൽ പറ്റൂല, അത് അന്നേ അത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് അത്ര ഗൗരവത്തിലെടുക്കുന്നത് എന്ന് അദ്ദേഹം തിരിച്ചു മറുപടി കൊടുത്തു എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, മുഹറം 10 നോമ്പ് നമ്മളത് ഒഴിവാക്കാൻ പാടില്ല. സുന്നത്തല്ലേ എന്ന് വിചാരിച്ച് അവഗണിക്കരുത്. അത് ശക്തമായ സുന്നത്താണ്.
ഇത്തരം ഒരു പശ്ചാത്തലം കൂടി അതിനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം മുഹറം 9-നുമുണ്ട് ഒരു നോമ്പ്. അതും ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അതിനും ഒരു പ്രത്യേക ലക്ഷ്യവും ഒരു പശ്ചാത്തലവുമുണ്ട്. എന്തിനാ മുഹറം 9 നോമ്പ്? പക്ഷെ മുഹറം 9 നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എടുക്കാനുള്ള ആയുസ് ലഭിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹാബികളോട്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഞാൻ മുഹറം 9 നോമ്പെടുക്കും. പക്ഷെ നോമ്പെടുക്കാൻ റസൂലിന്, അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായി പോയി. അപ്പൊ എന്തിനാണ് മുഹറം 9 നോമ്പെടുക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എന്തിനാ? അത് വിശദീകരിക്കുന്നുണ്ട് ഹദീസിൽ തന്നെ. എന്തിനാണത്? അത് ജൂതന്മാർക്ക് എതിരാകാൻ വേണ്ടിയിട്ടാണെന്നാണ്. കാരണം മുഹറം 10 മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്നു, അന്ന് ജൂതന്മാരും നോമ്പെടുക്കുന്നു. അപ്പൊ സഹാബിമാർ ചോദിച്ച, റസൂലെ, നമ്മൾ അവരെ അനുകരിക്കലാവില്ലേ? അല്ലെങ്കിൽ നമ്മളും അവരെ പോലെയാകില്ലേ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുന്നത്, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുമെങ്കിൽ ഞാൻ മുഹറം 9 നോമ്പെടുക്കും. അതെന്തിനാ? അത് ജൂതന്മാരുടെ സംസ്കാരത്തിന് എതിരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. മുഹറം 9 നോമ്പിൻ്റെ ലക്ഷ്യം അതാ. എന്ത്? നിങ്ങൾ മറ്റു മതസ്ഥരുടെ സംസ്കാരവുമായിട്ട് ഒത്തുപോകാൻ പാടില്ല. ഇത് വലിയൊരു പ്രശ്നമാണ് ഈ കാലഘട്ടത്തിൽ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പറഞ്ഞ ജൂത നസറാനികളെ അനുകരിക്കുന്നതും പിൻപറ്റുന്നതും മുസ്ലിം സമുദായമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളും ഭാര്യമാരും ധരിക്കുന്ന വസ്ത്രധാരണം മുതൽ തുടങ്ങുന്നുണ്ട് അനുകരണം. ഏറ്റവും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വർത്തമാനം ഉണ്ടല്ലോ, എന്താണെന്നറിയോ? നിങ്ങൾ ഒരു കാലം വരും, മുസ്ലിം സമുദായത്തിന്റെ മക്കൾ ജൂതന്മാരെയും നസ്രാനികളെയും ഒക്കെ മുഴത്തിനു മുഴമായും ചാണ് അനുകരിക്കുന്ന ഒരു കാലം വരും. നിങ്ങൾക്ക് തന്നെ ഉന്നതമായ സംസ്കാരം നിങ്ങളെ കയ്യിലുണ്ടെങ്കിലും ആ സംസ്കാരമൊക്കെ നിങ്ങൾ മാറ്റിവെക്കുകയും ജൂതന്മാരെയും പാശ്ചാത്യരെ അനുകരിക്കുന്ന നസ്രാനികളെ, യഹൂദികളെ അനുകരിക്കുന്ന ഒരു കാലം വരും. എത്രത്തോളം? അവർ ഒരു ഉടുമ്പിൻ്റെ മാളത്തിലൂടെ കയറാൻ ശ്രമിച്ചാൽ നിങ്ങളും അതിന് ശ്രമിക്കുന്ന ഒരു ജൂതൻ ഒരു ഉടുമ്പിൻ്റെ മാളത്തിലൂടെ കയറാൻ ശ്രമിച്ചാൽ അത്രക്ക് അവനെ ഫോളോ ചെയ്യാൻ മുസ്ലിം സമൂഹം ശ്രമിക്കുന്ന ഒരു കാലം ലോകത്ത് വരുന്ന ഈ കാലമാണത്. ഞാനത് വിശദീകരിക്കുന്നില്ല, ഇപ്പോൾ സമയമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ വസ്ത്രധാരണമാവട്ടെ, നമ്മുടെ ജീവിത സംസ്കാരം പോലും മാറിക്കൊണ്ടിരിക്കുക. ഇസ്ലാമിൻ്റെതായ ഒരു സംസ്കാരമുണ്ടെങ്കിൽ പോലും എല്ലായിടത്തും അത് പുതിയ തലമുറ കൈയൊഴിയാണ്. നമ്മൾ ഇന്ന് വാരിപ്പണർന്നുകൊണ്ടിരിക്കുന്നത് ആ പാശ്ചാത്യ സംസ്കാരത്തെയാണ്. നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രധാരണത്തിൽ മാത്രമല്ല, ഭക്ഷണ രീതികളിൽ പോലും അങ്ങനെയായി പോയി. ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് മുഹറം 9 നോമ്പുണ്ട്, പുണ്യകരമാണ്. അതൊരു ചടങ്ങായിട്ട് എടുക്കേണ്ടതല്ല. അത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് 9, 10 എടുക്കാം, 10, 11 എടുക്കാം. കാരണം ഒരു ഉദ്ദേശം അവർക്ക് വിരുദ്ധരാകല. അതൊരു മുഹറം 10 എടുക്കണം, മറ്റേ നോമ്പ് മുഹറം 9 എടുക്കാം. അപ്പോൾ 9, 10 എടുക്കാം, ഇല്ല 10, 11 എടുക്കാം. ആ 2 രീതിയിൽ ആ നോമ്പ് എടുക്കാം എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഓരോ മുഹറം ഇങ്ങനെ പോകുമ്പോൾ അപ്പം എന്തൊക്കെ അങ്ങനെ വരണു, എന്തൊക്കെ പോകണം, അങ്ങനെയല്ല. ചിലതൊക്കെ പഠിക്കാനുണ്ട്, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിരുത്തേണ്ട തിരുത്തലുകളാണ്. അത്തരം തിരുത്തലുകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം, സാധിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു, മുഹറം എന്ന് പറയുന്നത് വളരെ പവിത്രമായ മാസമാണ്. വിശുദ്ധ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മാസം എന്ന് വിശേഷിപ്പിച്ച മാസം, 12 മാസങ്ങളിൽ പവിത്രമായ മാസം എന്ന് വിശേഷിപ്പിച്ച 4 മാസങ്ങളിൽ ഒരു മാസം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ സമുദായത്തിനകത്ത് ഈ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് കുറേ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും മുഹറം മാസത്തെ പുണ്യമാസമെന്ന്, അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതിനെ അനാദരിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ ഈ മാസത്തെ നഹ്സിൻ്റെ മാസമായിട്ട് കാണാറുണ്ട്, അശുഭദിനങ്ങളായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ച് ഈ മുഹറത്തിലെ ആദ്യ 10 ദിവസങ്ങളെ.
ആ ദിവസങ്ങളിൽ അവർ യാത്ര പുറപ്പെടില്ല, അവർ വിവാഹം കഴിക്കില്ല, വീട് നിർമ്മാണം നടത്തില്ല, വീട് നിർമ്മാണം തുടങ്ങില്ല, വീട്ടിൽ താമസം തുടങ്ങില്ല, മറ്റു നല്ല കാര്യങ്ങൾ ചെയ്യില്ല. എന്താന്ന് ചോദിച്ചാൽ അവർ പറയും, മുഹറത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ 10 ദിവസം അത് നഹ്സിൻ്റെ ദിനമാണ്, ദുഷ്ടഗുണത്തിൻ്റെ ദിനമാണ്. അന്ന് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല പോലും. ഇത് സമുദായം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പല ഭാഗത്തും കുറെ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാലും ഉണ്ട് ഇപ്പോഴും. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഴുവൻ കാര്യങ്ങളിലും പിൻപറ്റിയ സച്ചരിതരായ സ്വഹാബികളോ അങ്ങനെ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാം ഏതെങ്കിലും ദിവസത്തെയോ മാസത്തെയോ ദുഷ്ടഗുണത്തിൻ്റെ ദിവസമായി, ദുഷ്ടഗുണത്തിൻ്റെ മാസമായി പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും സമയത്തെ, ഏതെങ്കിലും ദിവസത്തെ, ഏതെങ്കിലും ഒരു കാലത്തെ നിങ്ങൾ നല്ലതല്ല, അശുഭമാണ്, ദുഷ്ടഗുണമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അള്ളാഹുവിലേക്കാണ് ചേർത്ത് വെക്കുന്നത്. ലാ തസുബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ കുറ്റം പറയാൻ പാടില്ല. ഹദീസാണ്. നിങ്ങൾ കാലത്തെ കുറ്റം പറയാൻ പാടില്ല. ഫഇന്നല്ലാഹു ഹുവദ്ദഹർ, കാരണം അള്ളാഹുവാണ് കാലം. നിങ്ങൾ കാലത്തെ കുറ്റം പറയാൻ പാടില്ല. കാലത്തെ കുറ്റം പറയുന്നത്, സമയത്തെ പഴിക്കുന്നത്, സമയത്തെ കുറ്റപ്പെടുത്തുന്നത് അള്ളാഹുവിനെ പഴിക്കുന്നതിന് തുല്യമാണെന്ന് ഹദീസിൽ പഠിപ്പിക്കുക. മുസ്ലിം പഠിപ്പിച്ചതാ. അപ്പോൾ മുഹറം മാസത്തിൽ എന്ന് മാത്രമല്ല, ഒരു സമയത്തും ഒരു തരത്തിലുള്ള ദുഷ്ടഗുണം നോക്കലും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾ തിരുത്തണം. ഈ മുഹറം മാസം വരും എപ്പോഴും ഉണ്ട് ഇതൊക്കെ. ചില ആളുകൾ കറുത്ത പൂച്ച മുമ്പ് കൂടെ ഓടിയ പ്രഭാതത്തിൽ പിന്നെ കാലിക്കട്ടോ പിന്നെ കാലി ചാക്കോ ഒക്കെ കൊട്ടയോ കണ്ടാൽ, ചീവീട് കരഞ്ഞാൽ, കൈനീട്ടം. രാവിലെ തന്നെ കടയിൽ വരുന്ന കസ്റ്റമർ ഫസ്റ്റ് വരുന്ന ആളിനെ കടം വാങ്ങിയിട്ടാണ് പോകണമെങ്കിൽ ചില ആളുകൾക്ക് വിശ്വാസമുണ്ട്, ഇന്നത്തെ കാര്യം പോക്കാം, അങ്ങനെ പറയും ചില ആളുകൾ. വേറെ ചില ആളുകൾ വന്നാൽ പറയും, ഇന്ന് ഇന്നവനാ വന്ന് സാധനം വാങ്ങിയത്, ഇന്ന് നല്ല കച്ചവടമായിരുന്നു. ഇതൊന്നും ഇസ്ലാമിക വിശ്വാസമല്ല. ഇസ്ലാമായിട്ട് ഒരു ബന്ധം ഇതിനില്ല. വേറെ ചില ആളുകളുണ്ട്, ഒരു യാത്രക്ക് ഒരുങ്ങുമ്പോൾ വഴിയിൽ വെച്ചിട്ട് ആരെങ്കിലും തടഞ്ഞാൽ അത് നല്ലതല്ല എന്നാണ് മനസ്സിലാക്കല്. ഒരു യാത്ര പോകുമ്പോൾ വഴിയിൽ വെച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നല്ലതല്ല എന്നാണ് മനസ്സിലാക്കല്. ഇതൊക്കെ ദുഷ്ടകരമായിട്ട് കാണുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് സമുദായത്തിനകത്ത്. മനസ്സിലാക്കേണ്ടത്, ഇതിനൊന്നും ഇസ്ലാമായിട്ടൊരു ബന്ധമില്ല. ഇസ്ലാമായിട്ടൊന്നും ഒരു ബന്ധമില്ല, മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 12 മാസങ്ങളിൽ വളരെ പവിത്രമായ മാസം എന്ന് വിശേഷിപ്പിച്ച 4 മാസം അത് മുഹറം അതിലുണ്ട്. വിശുദ്ധ റമദാനിന് ശേഷമുള്ള അതിപവിത്രമായ നോമ്പ് ഏത് എന്ന് ചോദിച്ചപ്പോൾ ആ നോമ്പുള്ളതും മുഹറത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലാണ്. ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതല്ലേ മാറ്റിവെക്കണ്ടേ? ആ 10 ദിവസത്തിലുള്ളത്. പക്ഷെ നമ്മൾ പഠിപ്പിക്കണം എന്താ? ആ മുഹറത്തിലെ 10 ദിവസം എന്ന് പറഞ്ഞാൽ നല്ല കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല, നല്ലൊന്നും ചെയ്യാൻ പാടില്ല. അത് നഹ്സാണ്, ദുഷ്ടഗുണമാണ്. പ്രിയമുള്ളവരെ, അങ്ങനത്തെ ഒരു വിശ്വാസമൊന്നും അള്ളാൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. തിരുത്താനുള്ളതൊക്കെ നമ്മൾ തിരുത്തണം. ഇപ്പോൾ വിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. പറഞ്ഞു വന്നത്, മുഹറം അത് പവിത്ര മാസമാണ്, വളരെ പവിത്രമായ മാസമാണ്. ഹിജ്റ കലണ്ടറിൻ്റെ പശ്ചാത്തലം നമ്മൾ സൂചിപ്പിച്ചു. അങ്ങനെ ഹിജ്റ കലണ്ടർ നമുക്ക് വന്നത്. ഹിജ്റയെക്കുറിച്ചൊക്കെ വേറെ പറയാനുണ്ട്, ഇപ്പം അതിന് സമയമല്ല. അതോടെ മുഹറം 10ലെയും 9ലെയും നോമ്പ്, ഇത് ശരിക്കും നമ്മൾ ഉൾക്കൊള്ളണം. എൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കണം. വീട്ടിലെ നേരത്തെ പറഞ്ഞതുപോലെ സ്വഹാബയെ കിറാമിനെ പോലെ നമ്മുടെ വീട്ടിലെ കുട്ടികളെ കൂടി അത്തരം നോമ്പുകളെടുത്ത് ശീലിപ്പിക്കണം നമ്മൾ. പിന്നെ അവസാനം പറഞ്ഞല്ലോ നഹ്സ്, അത്തരമൊന്നുമില്ല, അതൊന്നുമില്ല. വളരെ ചെയ്യാൻ പറ്റിയ നന്മകൾ അധികരിപ്പിക്കേണ്ടുന്ന, നല്ല കാര്യങ്ങൾ അധികരിപ്പിക്കേണ്ട സമയമാണ് മുഹറം എന്ന് പറയുന്നത്. അതല്ലാതെ അത് അശുഭമാണ്, അത് ദുഷ്ടകരമാണെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റിവെക്കേണ്ട സമയമല്ല. തിരുത്തേണ്ടതൊക്കെ തിരുത്താൻ കഴിയണം. അങ്ങനെ ഏറ്റവും നല്ല അർത്ഥത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച ഈ സാഹചര്യത്തിൽ വരും ദിനങ്ങളിൽ കഴിഞ്ഞത് കഴിഞ്ഞു, അരുതായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് മാപ്പ് നൽകാൻ ആവശ്യപ്പെടണം. എന്നിട്ട് ഈ മുഹറം മുതൽ ഈ പുതിയ വർഷം അതൊരു പുതിയ ജീവിതമാകട്ടെ, ഒരു തുടക്കമാവട്ടെ. നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും നന്മയുടെ പൂത്തുലഞ്ഞു നിൽക്കുന്ന മരങ്ങളായി മാറുമെന്ന് തീരുമാനിക്കാൻ, പ്രതിജ്ഞയെടുക്കാൻ ഈ പുതിയ വർഷത്തിൻ്റെ ഈ പുതിയ മാസത്തിൽ നമുക്ക് കഴിയണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.